സന്താനങ്ങളുടെ മഹത്വം തിരിയണമെങ്കിൽ മക്കളില്ലാത്തവരോട് ചോദിച്ചാൽ മതി. മക്കളില്ലാത്തവരോട് അവര് പറയും കല്യാണം കഴിഞ്ഞു 3 കൊല്ലമായിട്ടുള്ളൂ. അപ്പോഴേക്കും കാണുന്നവരോടൊക്കെ പറയും ദ്വാരക്കനട്ട കുട്ടികളല്ല കല്യാണം കഴിച്ചിട്ട്. കല്യാണം കഴിച്ച് എത്രയായി? 3 കൊല്ലമായി എന്നറിയാം. അപ്പൊ ചിലപ്പോ പേടി കുട്ടികളുണ്ടാവൂലേ. അപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഒരു മക്കളില്ലാത്തവരോട് ചോദിച്ചാൽ അറിയാം നമ്മുടെ മക്കളാരാണ്. അല്ലാഹു തആല 50 കൊല്ലം 60 കൊല്ലം 75 കൊല്ലം ജീവിച്ച ഉപ്പാ ഭൂമിയിലെ സമ്പത്തായി റബ്ബ് നമുക്ക് നൽകിയത് അൽഹംദുലില്ലാഹ് നമ്മുടെ പൊന്നുമക്കളാണ്. ആ മക്കൾ കെട്ടുപോകരുത്. ആ മക്കൾ ഒരിക്കലും കെട്ടുപോകരുത്. കുട്ടികൾക്കാരെ നമ്മൾ വിരലുകൾ കടിക്കേണ്ടി വരരുത്. പഴയ മുദ്രാവാക്യമുണ്ട്, രക്ഷിതാക്കളെ സൂക്ഷിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചോ. ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചില്ല എങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ കേടായി ഞങ്ങൾ സാക്ഷി നിൽക്കും. ഇന്ന അവ്വലമായ തഅല്ലുഖു ബിർറജുൽ. സഹോദരി, എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ വിഷമം അനുഭവിക്കുന്ന പിതാവ്, ഉമ്മ, ഉപ്പ ആരാണ്? യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖിനാ. സ്വന്തം കുട്ടികൾ അവർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. അവർക്ക് വേണ്ടിയാണ് രാവിലെ സുബഹിയുടെ മുമ്പ് തന്നെ അല്ലെങ്കിൽ പ്രഭാതത്തിന് ശേഷം കടലാകുന്ന ആ സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മണിക്കൂറുകളോളം വെള്ളത്തിൽ കഷ്ടപ്പെട്ട് കവിടുന്ന് അധ്വാനിച്ച് നാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കൾക്കല്ലയോ? പൊന്നുമക്കൾക്ക് വേണ്ടിയാണ്. ശരിയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ആ ഭാര്യയും മക്കളും എങ്ങാനും യാ റബ്ബനാ, പടച്ചവരെ, ഖുദ് ലനാ ബിഹഖിനാ, നീ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയരുത്, നീ ഞങ്ങളെ ശിക്ഷിക്കരുത്. നീ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയേണ്ടത് ആ നിൽക്കുന്നവനെയാണ്. ആ നിൽക്കുന്നവൻ എന്റെ ഉപ്പയാണ്. ആ നിൽക്കുന്നവൾ എന്റെ ഉമ്മയുമാണ്. യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖിനാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു. ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു തന്നില്ല. അവരാണ് ഞങ്ങളെ നന്നാക്കേണ്ടിയിരുന്നത്. അവർ ഞങ്ങൾക്ക് കളവ് പറഞ്ഞു പഠിപ്പിച്ചു തന്നു. ഉസ്താദിനോട് കളവ് പറയാൻ, മാഷോട് കളവ് പറയാൻ, ടീച്ചറോട് കളവ് പറയാൻ, മറ്റുള്ളവരോട്, കുടുംബത്തിലുള്ളവരോട് കളവ് പറയാൻ ഉമ്മയാണ് പ്രോത്സാഹിപ്പിച്ചത്, വാപ്പയാണ് പ്രോത്സാഹിപ്പിച്ചത്. ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ആ നിൽക്കുന്ന മാതാപിതാക്കളെയാണെന്ന് സ്വന്തം മക്കളങ്ങ് വിളിച്ചു പറയുമ്പോ അന്നാണ് 10 വിരലുകൾ കടിക്കുക എന്ന് രക്ഷിതാക്കളോട് മഹത്തുക്കൾ വിവരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് നൽകിയ ആ റഹ്മത്തായ മക്കളെങ്ങാനും നമുക്ക് കേടായി സാക്ഷി നിന്നാൽ അല്ലാഹു തആല കാക്കട്ടെ. എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ജീവിച്ചത് കൊണ്ട് ഇത്രയും കാലം ജീവിച്ചു, അവസാനം കിട്ടിയതോ നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. ഈ ഇരിക്കുന്ന കാരവന്മാരോടൊക്കെ ചോദിക്കട്ടെ, പിതാക്കളോടൊക്കെ, ഒരു കുഞ്ഞിന് അല്ലാഹ് നൽകിയിട്ടുണ്ട്, ആ കുട്ടികൾക്ക് വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്? നമ്മുടെ ഒരു ചാൻ വയറിന് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെടേണ്ടതുണ്ടോ? എന്നിട്ട് ആ മക്കൾ നമുക്ക് ഗുണമല്ല എങ്കിൽ ഏറ്റവും വലിയ തൗഫീഖ് തന്നെയാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി സന്തോഷിക്കാനുള്ള വഴി, നമ്മുടെ മക്കൾ കാരണമായി ഖുർറത്തുൽ ഐൻ, കൺകുളിർമയാകാനുള്ള അവസരം കിട്ടുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളെ കൊണ്ട് കൺകുളിർമയാവണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി, നമ്മുടെ പൊന്നുമക്കൾ ചെറുപ്രായത്തിൽ തന്നെ 15 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 16 വയസ്സായിട്ടുള്ള എന്റെ പൊന്നുമോൾ കേൾക്കുന്നവൾ ചാടിപ്പോയത്രേ. അല്ലാഹു തആല കാക്കട്ടെ. നമ്മുടെ മോൻ ഒരു വേശ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നു എന്ന് കേട്ടാൽ നഊദു ബില്ലാഹ്, എന്തിനു പറ്റും? വാട്സപ്പ് ലോകമാണ്. എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്തെല്ലാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ചാടിപ്പോക്കുകൾ. എന്താണ് മോളെ? ഞാൻ എന്റെ പെൺകുട്ടി
പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ വിഷയം പാളിപ്പോകും. ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയുന്നു, മോളെ 5 മിനിറ്റ് പോകട്ടെ, 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ അങ്ങ് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ നിന്റെ ഉമ്മ മോളെ എന്ന് വിളിച്ച് നിലവിളിച്ചിട്ടും നിന്റെ വാപ്പ നിലവിളിച്ചിട്ടും ആ പാവങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അവന്റേത് കടിഞ്ഞാൽ മോളെ മൃഗത്തെ ചവിട്ടി മൃഗത്തെ വലിച്ചെറിയുന്നത് പോലെ മോളെ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് അവൻ വലിച്ചെറിയും. ആർക്കും വേണ്ടാത്ത ചണ്ടി ചപ്പ് ചവറായി നീ റോഡിൽ കിടക്കുമ്പോ ആരാരും തിരിഞ്ഞു നോക്കില്ല. നിന്റെ കുടുംബത്തിൽപ്പെട്ടവർ വന്നാലും നീ കുടുംബത്തെ നാണം കെടുത്തിയവളാണ് മോളെ. നിന്നെ തിരിഞ്ഞു നോക്കാതെ പോകും. അപ്പോഴും നിന്റെ അരികിൽ വന്ന് മോളെ എന്ന് വിളിക്കുന്ന ഒരു ജീവിയുണ്ട്. നിന്റെ മുഖത്ത് നോക്കി കണ്ണീരെടുക്കുന്ന ഒരു സാധു ഉണ്ട്. അത് ആരാണെന്നറിയോ? നീ ഏതോ ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നിന്റെ കൈ പിടിച്ച് കാല് പിടിച്ച് മോളെ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ നിന്റെ 10 മാസം നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയില്ല മോളെ, ആ ഉമ്മയായിരിക്കും ആർക്കും വേണ്ടാത്ത ചരക്കായി ഒന്നിനും വേണ്ടാത്തവളായി റോഡുകൾ നീ കിടക്കുമ്പോ അവിടെ വന്ന് നിന്റെ മുഖത്ത് നോക്കി മോളെ എന്ന് വിളിക്കും. നിന്നെ അടച്ചുകൂട്ടും, വീട്ടിലേക്ക് കൊണ്ടുപോകും, നിന്റെ വയറ് നിറയെ നിന്നെ ഭക്ഷിപ്പിക്കും, നിന്നെ പൊന്നുപോലെ അടച്ചുകൂട്ടും. ഈ ഉമ്മാനെ വലിച്ചെറിഞ്ഞുകൊണ്ടാണോ പെൺകുട്ടികളെ ഏതോ ചെക്കന്മാരും ഒത്തു ചാടിപ്പോകുന്നത്? സൂക്ഷിച്ചോളൂ മോളെ, ദുനിയാവും നശിക്കും, ആഖിറവും നശിച്ചു പോകുന്നതാണ്. മാതാപിതാക്കളുടെ നെഞ്ചു പൊട്ടിച്ച് മാതാപിതാക്കളുടെ വയറ് അവരുടെ നെഞ്ച് പിടപ്പിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് കൂടെയും മോളെ നീ ഇറങ്ങിപ്പോകരുത്, സൂക്ഷിക്കണം. നിന്റെ ഭൂമിയിൽ തന്നെ നീ പിടയേണ്ടി വരും. ഞാൻ എന്റെ പെൺമക്കളോട് പറയുന്നു, മോളെ ദുനിയാവിൽ തന്നെ നീ പിടഞ്ഞ് ആർക്കും വേണ്ടാത്തവളായി കിടക്കേണ്ടി വരും. എന്റെ അനുജ, എന്റെ മക്കളോട് ഞാൻ ചോദിക്കട്ടെ, അനുജന്മാരോട്, മോനെ നീ ഒരു പെൺകുട്ടിയുമായി ഇറങ്ങിപ്പോകുമ്പോ നീ ചിന്തിച്ചിട്ടുണ്ട്, ഈ സ്ഥാനത്തിന്റെ പെങ്ങളാണ്, എന്റെ സഹോദരിയാണ് വേറൊരുത്തൻ കൊണ്ടുപോകുന്നതെങ്കിൽ എന്താണ് എന്റെ പെങ്ങളുടെ അവസ്ഥ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? മോനെ, അരുത് അരുത് അരുത്. നീ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. നിന്റെ ജീവിത ശുദ്ധി അത് നശിപ്പിച്ചു കളയരുത്. ഏതെങ്കിലും പെൺകുട്ടികളുടെ മുന്നിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി സ്വന്തം ഭാര്യയെ ചതിച്ചുകൊണ്ട് എത്രയോ പെൺകുട്ടികൾക്ക് വാട്സപ്പ് ബന്ധപ്പെട്ട് കുശലം പറയുന്ന ഒരുപടി പുരുഷന്മാർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഔസുൽ ആലം തങ്ങളുടെ ജീവിതം പറയുമ്പോ നാം നെഞ്ചത്ത് കൈവച്ച് ചില കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ എല്ലാമാണ്. നമ്മുടെ പൊന്നുമക്കളുടെ ഉമ്മയാണത്. ഭാര്യയെ ചതിക്കരുത്. പുരുഷന്മാരെ, ഭാര്യമാരെ വഞ്ചിക്കരുത്, ചതിക്കരുത്. ഞാൻ എന്റെ ഭാര്യയെ ചതിച്ചാൽ എന്നെ എന്തിനു പറ്റും? ഞാനൊരു മനുഷ്യനായി നടക്കാൻ പറ്റൂ? ഭാര്യമാരെ വഞ്ചിക്കരുത്, ഭാര്യമാരെ ചതിക്കരുത്. സ്വന്തം ഭാര്യയെ ചതിച്ച് ഏതൊക്കെയോ വാട്സപ്പിലൂടെ ഏതൊക്കെയോ പെൺകുട്ടികളോട് കുശലം പറയുന്ന എത്ര ചെറുപ്പക്കാരെന്ന് പെരുകിയിട്ടുണ്ട്. എന്ത് ദാമ്പത്യ ജീവിതം, നരകീയ ജീവിതമല്ലേ അവരുടേത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് നഊദു ബില്ലാഹ് പെൺകുട്ടികളോട്, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, പെണ്ണേ എത്ര നാണം കെട്ട അല്ലെങ്കിൽ എത്ര വൃത്തികേടാണ് മോളെ നീ ചെയ്തത്. നിങ്ങളുടെ ഭർത്താവിന്റെ കാലിൻ ചുവട്ടിലാണ് നിങ്ങളുടെ വിജയം കിടക്കുന്നത്. ഭർത്താവാണ് നിങ്ങളുടെ എല്ലാമെല്ലാം. ആയിഷ ബീവി ചോദിച്ചു, ഒരു പുരുഷൻ ഏറ്റവും വലിയ ഹഖ് ഉമ്മയും ഉപ്പയുമാണെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടിക്കോ? ആ പെൺകുട്ടിയുടെ ഭർത്താവാണ്. ഖാല സൗജുഹാ, അവിടെ ഭർത്താവാണ്. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട്, ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചെക്കനോട്, ഏതെങ്കിലും ഒരുത്തനോട് നിന്റെ ശരീരമെങ്ങാനും അല്ലെങ്കിൽ നിന്റെ കിടപ്പുമുറയിൽ ഒരു ഇടമെങ്ങാനും താൽക്കാലികമായി അല്പസമയം നീ നൽകുന്നുവെങ്കിൽ നിന്നെ വിടില്ല അല്ലാഹു തആല. ഭൂമിയിൽ തന്നെ നിനക്ക് നൽകേണ്ടത് നൽകുന്നതാണ്. അല്ലാഹു തആല നീ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങേണ്ടി വരും. അല്ല എങ്കിൽ പ്രശ്നമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഭർത്താക്കന്മാരെ ചതിക്കരുത്. ഭർത്താവിനെ ചതിച്ച് മറ്റുള്ളവരോട് കുശലം പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി സമയം പാഴാക്കി മറ്റുള്ളവർക്ക് ശരീരം മാറ്റിവെച്ച് നടക്കുന്ന ചില പെൺകുട്ടികൾ ഇനി സമുദായത്തിൽ പെരുകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. മോശമാണ്. ഭാര്യമാരെ ചതിക്കരുത്, ഭർത്താക്കന്മാരെ ഇങ്ങോട്ടും ചതിക്കരുത്.
മോളെ അരുത് അരുത്. യൗവന സമയം എന്തും തോന്നിപ്പോകും, പക്ഷേ നിന്നെ കൊത്തിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണെന്ന് നീ ഓർക്കേണ്ടതുണ്ട്. നീ ഏതെങ്കിലും ഒരു പേരക്കയിൽ ഒരു പക്ഷി വന്ന് കൊത്തിയാൽ ആ പേരക്ക പോയി മറ്റൊരു പേരയ്ക്ക്, ആ പക്ഷി പോയി മറ്റൊരു പേരക്കയാണ് കൊത്തുന്നത്. ഒരു പടത്തിൽ ഒരു കൊത്തു കൊത്തിയാൽ മോളെ ചിന്തിക്കുന്നുണ്ടോ? ബുദ്ധിയുള്ള പെൺകുട്ടികളെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു പടത്തിൽ ഒരു പക്ഷി വന്ന് കൊത്തിയാൽ ആ പക്ഷി തന്നെ പോയിട്ട് മറ്റൊരു പടത്തെയാണ് കൊത്തുന്നത്. ഇതുപോലെയാണ് നിന്റെ ഗതികേടെന്ന് മനസ്സിലാക്കണം. നിന്നെ കൊത്തിയിട്ട് നിന്നെ വലിച്ചെറിഞ്ഞ് വേറെ പെൺകുട്ടികളെ തേടി നടക്കുന്നവനായിരിക്കും നിന്നെ കൊത്താൻ വന്നവനെന്ന്. എന്തേ മോളെ നിനക്ക് ബുദ്ധിയില്ലേ? ബുദ്ധിയുള്ള പെൺമക്കൾ മനസാക്ഷിയോട് ചോദിക്കണേ എന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞപ്പോൾ 2 മിനിറ്റ് അങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രം. മാതാപിതാക്കളെ, മോനെ കളവ് പാറയല്ല എന്നും ചൊന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവർ. എന്റെ ഉമ്മ എന്നോട് കളവ് പറയരുതെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കളവ് പറയൂല. എന്റെ ഉമ്മനെ ചതിക്കരായി പോകില്ലേ? ഗൗസുൽ ആലം തങ്ങൾ ചോദിക്കുകയാണ്. മാതാപിതാക്കളോട്, ഈ മജ്‌ലിസിലുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, രക്ഷിതാക്കളെ, ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ കുട്ടികൾ കളവ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അത് മാതാപിതാക്കൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലൈക്കും ബിസ്സുദ്ഖി ഫഇന്നസ്സുദ്ഖ യഹ്ദി ഇലൽ ബിർരി. നിങ്ങൾ സത്യമേ പറയാവൂ. സത്യം നന്മയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മാത്രമല്ല, സത്യം നന്മയിലേക്ക് കൊണ്ടുപോകുമ്പോ ഫഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. സത്യം മാത്രം പറഞ്ഞു ജീവിക്കുന്ന കുട്ടികൾക്ക് സ്വർഗ്ഗത്തിൽ പാറിക്കളിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നതാണ്. മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൽ ബിബൈതിൻ ഫീ വസത്തിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ നടുവിൽ, സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് കൊണ്ട് ഞാനിതാ വാക്ക് നൽകുന്നു. അന സഈം. സ്വഹാബികളെ, ഞാൻ വാക്ക് നൽകട്ടെയോ? ബിബൈത്തിൻ, ഒരു നല്ല സുന്ദരമായ വീട് കൊണ്ട്, ഫീ വസത്തിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ, സ്വർഗീയ ലോകത്ത്. ആർക്കാണ്? ലിമൻ തറക്കൽ കദിബാ. ഇല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കളവ് പറയില്ല, ഒരു കളവും പറയില്ല. നേരം വെളുത്ത് രാത്രി കിടക്കുന്നത് വരെ. എന്തിനാണ്? പറഞ്ഞാൽ വാ പൊക്കിക്കഴിഞ്ഞാൽ ഇത് അല്ലാഹു പൊരുത്തപ്പെടുമോ? ഞാൻ പറഞ്ഞത് കളവിന്റെ ലിസ്റ്റിലാകുമോ? ഇത് ചിന്തിച്ചുകൊണ്ട് കളവ് പറയാത്തവന് ഞാൻ വാക്ക് തരുന്നു, സ്വർഗ്ഗത്തിൽ നല്ലൊരു ഇടമുണ്ട്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളത് കദളിപ്പഴം തിന്നാനും. പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലപ്പോഴും അതിനോട്. അല്ലാഹു തആല തഴവസ്ഥാനെ പോലെയുള്ള പണ്ഡിതന്മാർ, അവിടെ ദർജകൾ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഒരു ഭാഗം, നല്ലൊരു വീട്. ഞാനിതാ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, കളവ് പറയാതെ നിങ്ങൾ ജീവിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ സ്വർഗ്ഗത്തിലൊരു വീട് ഉറപ്പ്. നിങ്ങൾക്ക് വാക്ക് നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈമുൻ റസൂലുള്ളാഹി പറയുകയാണ്. സ്വർഗ്ഗത്തിലൊരു വാക്ക്, സ്വർഗ്ഗത്തിൽ ഒരു ഇടം, നല്ലൊരു വീട് ലഭിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. വഇൻ കാന മാസിഹാ, വഇൻ കാന മാസിഹാ. മുസ്ലിമീങ്ങളെ, തമാശ പറയുകയാണെങ്കിലും ഞാൻ കളവ് പറയൂല. തമാശയാണെങ്കിലും അതിൽ കളവ് ഞാൻ സൂക്ഷിക്കുന്നതാണ്. കളവ് ഞാൻ പറയൂല. സുബ്ഹാനല്ലാഹ്. എത്രയാണ് മഹത്തുക്കൾ ഇത് വിവരിക്കുന്നത്. ഒന്ന്, ഞാൻ എന്റെ ആഴത്തിൽ എന്റെ സഹോദരിമാരോട് ഒരു വാക്ക് പറയട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ജറാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഹു സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ചോദിച്ചു, റസൂലുള്ളാഹിയോട് മഹാനോട് ചോദിച്ചു, യാ നബിയല്ലാഹ്, ഹൽ യസ്നിൽ മുഅ്മിനു, ഒരു മുഅ്മിന് വ്യഭിചരിക്കോ നബിയേ?
സ്വഹാബത്ത് ചോദിക്കുക, ഒരു മഹാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ചൊല്ലിക്കൊള്ളി മുഹമ്മദുർ റസൂലുള്ളാഹി. സമയം വൈകിയ നല്ലോണം ചൊല്ലിക്കൊള്ളി, ഉറക്ക് വരണ്ട. നമുക്ക് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തും, ഞാൻ വല്ലാതെ വൈകിക്കൂല. അന്നഹു സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ചാൽ മതി മോനെ, ഒരു സൈഡിൽ വെച്ചാലും നല്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, അങ്ങനെ നോട്ടെ. ഈ കണ്ണിലെ കാഴ്ച ഇങ്ങനെ കുറച്ച് വരുമ്പോഴേ പ്രശ്നമാണ്. നിങ്ങൾക്കൊന്ന് വെച്ചെടുത്തത്. അന്നഹു സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ഹൽ യസ്നിൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖാൽ ഖദ് യകൂനു മിൻ ദാലിക, മനുഷ്യരാണ്, അമ്പിയാക്കളല്ല, മഅസൂമീങ്ങളല്ല, ചിലപ്പോൾ അത് സംഭവിക്കാം. യാ റസൂലല്ലാഹ്, ഹൽ യസ്രിഖുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യൻ കക്കുമോ നബിയേ, കളവ് നടത്തുമോ നബിയേ? ഖാല ഖദ് യകൂനു മിൻ ദാലിക, മനുഷ്യ സഹജമാണ്, ചിലപ്പോൾ സംഭവിച്ചേക്കാം. യാ നബിയല്ലാഹ്, യുവാക്കളെ, ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, അന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, ഹൽ യക്ദിബുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ ഈമാനിന്റെ വെളിച്ചം ലഭിച്ച മനുഷ്യൻ, ഈമാനിന്റെ പ്രകാശം ലഭിച്ച മനുഷ്യൻ കളവ് പറയുമോ നബിയേ? ഖാല ലാ, മുസ്ലിമീങ്ങൾ എങ്ങനെ കളവ് പറയും? മുസ്ലിമീങ്ങൾ ഈമാൻ കിട്ടിയ മനുഷ്യൻ എങ്ങനെയാണ് കളവ് പറയുക? ലാ, കളവ് പറയുകയില്ല എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ വെളിച്ചം കിട്ടിയ മനുഷ്യൻ കളവ് പറയരുത്. അത് വല്ലാത്ത ഭവിഷ്യത്തുള്ള ഒരു കാര്യമാണ്. എന്തു വന്നാലും സത്യം മാത്രം പറയുക, ആരുടെ മുന്നിലും സത്യം പറയുക. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി പെങ്ങളെ, ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഭർത്താവിനോട് കളവ് പറയുന്നു. ചെറിയ കാര്യമാണ്. കുട്ടികളോട് പറയുന്നു, വാപ്പ വന്നാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. വാപ്പയോട് കളവ് പറയിപ്പിക്കുന്നു. ഭർത്താവിനോട് ഭാര്യ കളവ് പറയുന്നു. ഭർത്താവ് മറിച്ചും പറയുന്നു, ഭാര്യയോടും കളവ് പറയുന്നു. നഊദു ബില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി, യുവാക്കളെ നാം സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. കളവ് പറയരുത്. ജീവിതത്തിൽ കളവ് അല്ലാഹു തആല കാക്കട്ടെ. അല്ലാഹു തആല കളവ് പറയാത്തൊരു ജീവിതം നമുക്ക് പറവൺ ഉസ്താദിന്റെ ഹക്ക് കൊണ്ട് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ നഫ്സിനോടക്കമാണ് ഈ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് വാട്സപ്പ് ലോകമാണ്. കളവുകൾ എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ നല്ലതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാം മറുപടി പറയേണ്ടി വരും. ഞാൻ അതിൽ ഒതുക്കി, ആ വാക്കിൽ ഞാൻ ഒതുക്കി. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് നമ്മുടെ വാട്സപ്പിലൂടെയോ മറ്റോ ഒന്ന് കുറിച്ചാൽ അത് അള്ളാഹു പൊരുത്തപ്പെടാത്തൊരു കളവോ മറ്റതിനുണ്ടോ പ്രശ്നമാണ്. എൻ്റെ അനുജന്മാരെ, സൂക്ഷിച്ചാൽ നമുക്ക് ഖൈറ്. അള്ളാഹു ഒരു ഖൈറുള്ള ജീവിതം നൽകുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. പരീക്ഷണങ്ങൾ. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ വല്ലാതെ പരീക്ഷണം നേടിയിട്ടുണ്ട്. കൊറോണയുടെ ഈ കാലത്ത് സുബ്ഹാനല്ലാഹ് ഇല്ലായ്മകൾ ഇന്ന് ധാരാളം വിഷമമുണ്ടായിട്ടുണ്ട്. ഞാൻ പറയണ്ട, നമ്മളൊക്കെ അറിയുന്നവരാണ്. സ്ഥാപനം നടത്തുമ്പോൾ ഇബ്രാഹിം ഉസ്താദും സഖാഫി ഉസ്താദും നമ്മൾ അബൂക്കറാജിക്കൊക്കെ ഉണ്ട്. പ്രസ്ഥാനത്തിന്റെ എന്നുമുള്ള കാരണവരാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, ഇവരൊക്കെ സ്ഥാപനങ്ങൾ നടത്തുമ്പോഴും ഒരു വീട്ടിലെ അവസ്ഥകളും വീട്ടിലുള്ളവർക്ക് തന്നെ വിഷമം പറയണ്ടല്ലോ ഇപ്പോഴത്തെ ചുറ്റുപാടുകൾ. ഒരു ഗൾഫിൽ പോയി വന്ന് എന്തൊക്കെയാ വിഷമം പറയാനുള്ളത്. പിന്നെ ഇപ്പൊ ഒരു 10-40 കുട്ടികളെ വളർത്തുമ്പോൾ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ, അതൊരു സത്യമാണ്. പക്ഷേ എന്താണെങ്കിലും ശരി, ഒന്ന് പറയുമ്പോൾ ഒരു വേള ചിന്തിക്കുക, ഇതെന്റെ റബ്ബ് കേൾക്കുന്നുണ്ടല്ലോ. അല്ലാ, ചില മുതലാളിമാരൊക്കെ കാടുകാര് പറഞ്ഞു പോകുന്നുണ്ട്, കുട്ടികൾക്ക് പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലാണ്. പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലാണ്. എന്താ, എവിടെ ഈ പോക്ക് പോയാൽ കുട്ടികൾ പട്ടിണി കിടക്കും. ഇതൊക്കെ പറയുമ്പോൾ കോടികൾ ആസ്തിയുള്ള മനുഷ്യന്മാരായി പറയുന്നത്. അവിടെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നല്ലതാണ്.
ഇല്ലായ്മകൾ പറയുമ്പോ പടച്ചവനെ അല്ലാ എന്റെ റബ്ബ് എന്നെ ഇത്രമാത്രം ഇല്ലായ്മയിലാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മളെ ഈ പരിസരങ്ങളൊക്കെ ഉണ്ട്, തിരുഭാഗത്തൊക്കെ അങ്ങനെ ഇല്ലായ്മ പറച്ചില് ചെറുപ്പക്കാർക്കൊക്കെ അറിയാം. അങ്ങനെ ചിലപ്പോൾ കുറെ കേൾക്കുന്നുണ്ടാവും. നിങ്ങള് ഇല്ലായ്മ പറച്ചിൽ പറയണം. പറയുമ്പോൾ ഇത്രത്തോളം എനിക്ക് ഇല്ലായ്മ ഉണ്ടോ എന്ന് കൂടി ചിന്തിക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എത്ര ആളുകളാണ് മൂലയിൽ കിടക്കുന്നത്. അത് സ്ത്രീകളെ ഭാഗത്തുനിന്നാണ്. ഈ ഇരിക്കുന്ന ടീമാണ് നല്ല ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകളെ ജാനിബിലാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. അവരില്ലായ്മ പറച്ചുള്ളപ്പോ പഠിച്ചവനെ അവരിങ്ങനെ ഭർത്താവിനോടും മറ്റോടും ഇങ്ങനെ ഇല്ലായ്മ പറയുമ്പോ എത്ര പെൺകുട്ടികൾ, എത്ര ഉമ്മമാരാണ് കാലും കൈ ഒടിഞ്ഞു കിടക്കുന്നത്. എന്റെ റബ്ബ് എന്നെയും എന്റെ ഭർത്താവിനെയും എന്റെ മക്കളെയും അതുപോലെ കിടത്തിയിട്ടില്ലല്ല. അൽഹംദുലില്ലാഹ് പറയും ഉമ്മമാര് അൽഹംദുലില്ലാഹ്. ഒരൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. എന്തൊരു സന്തോഷാന്നറിയോ. കുറച്ച് പ്രയാസ എന്തൊക്കെയാണ് അജ്മാർ ആയത്തല്ലേ അങ്ങനെ പോണു തതേ ദ്വാരക്ക്. ആ ദ്വാരക്ക് നിങ്ങൾ പറഞ്ഞ ഇനി ബാക്കി പറയണ്ട, ഇനി അജ്മാനോട് ചോദിച്ചു തുടങ്ങിയല്ലോ എന്നുള്ള അവസ്ഥയേക്കാണ്. അജര എന്തൊക്കെ ഉണ്ട് എന്നാ പിന്നെ അജര കഥ ഇനി ബാക്കി ഇനി പറയും വേണ്ട. അല്ലോ അവിടെ ഇനി അങ്ങ് തുടങ്ങി 10-20 മിനിറ്റ്. സുബ്ഹാനല്ലാഹ്. സംഘടനാ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ പറയാറുണ്ടേ, ഒരിക്കൽ ബെള്ളിൽ ഉസ്താദ് അള്ളാഹു കൊടുത്ത ദറജ ഏറ്റി കൊടുക്കട്ടെ, ഉസ്താദിന്റെ വാക്ക് പറഞ്ഞ് നമ്മൾ ചിലത് പറയാറുണ്ട്. എന്താ, ഒരു ഹജ്ജിന് പോയപ്പോ ഒരു ഹാജിയാണ്, ഒരു ഹാജി ജലദോഷമൊക്കെ പിടിക്കൂലേ, ആ ജലദോഷം പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആചാര്യ സന്ദർശിക്കാൻ പോയി. ആചാര്യ എന്തൊക്കെ ഉണ്ട്? അപ്പോഴൊക്കെ ആചാര്യ വൈക്ക് അല്ലോ ഇനി ആജി പറയാൻ ബാക്കി ഒന്നുമില്ല, ആകെ പോയി എന്ന് ചുരുക്കി പറഞ്ഞ പോയി. അപ്പൊ വെളിയിൽ ഉസ്താദ് പറഞ്ഞു ഇനി നമുക്ക് തൊട്ടപ്പുറത്തൊന്ന് പോയി വെക്കാറ്. അവിടെ ഒരു അറബി ഒരു കാല് പോയി കിടക്കുന്നുണ്ട്, ഒരു കാല് മുറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ അറബിയോട് ചെന്നിട്ട് കൈഫൽ ഹാൽ, അറബിയോട് എന്താ അവസ്ഥ വെച്ചു. അൽഹംദുലില്ലാഹ്. ആ കാലില്ലാത്ത ആളെ അൽഹംദുലില്ലാഹ്. പിന്നെ ആ അറബിയോട് തുടങ്ങിയില്ലേ അൽഹംദുലില്ലാഹ്. തലയിലേക്ക് ചൂണ്ടിയിട്ട് ഒരു കുഴപ്പമില്ല, രണ്ട് കൈകളിങ്ങനെ അൽഹംദുലില്ലാഹ്. എല്ലാം അങ്ങനെ ഇടത്തേക്കാല് വലത്തേക്കാലം ഒരു കുഴപ്പമില്ല, ഇടത്തുകാലിലേക്ക് ഞാൻ തൊട്ടിട്ട് അൽഹംദുലില്ലാഹ്. പിന്നെ അറബി പറഞ്ഞു വലത് അൽഹംദുലില്ലാഹ്. ഒരു കാലല്ലേ പോയിട്ടുള്ളൂ, രണ്ട് കാലില്ലാത്തവരുമില്ലേ അൽഹംദുലില്ലാഹ്. നമ്മളാണെങ്കിലോ സുബ്ഹാനല്ലാഹ്. ഒന്ന് വെച്ചുത്തി വീണ് നോക്കട്ടെ. ഇന്നിപ്പോ വാഴ കഴിയുമ്പോൾ ഒരാൾ വെച്ചുത്തി വീണോട്ട് അള്ളാഹു തആല കാക്കട്ടെ. അജരെ റാഹത്തല്ലേ വെച്ച് നോക്കി. ഒരാൾ ഒരു ചെറുപ്പക്കാരൻ വെച്ചുത്തി വീണാല്, ഒരു ഹാജി വെച്ചുത്തി വീണാല് എന്തൊക്കെയുണ്ട് ഹാജി സുഖം വെച്ചാല് ഇനി 4 കൊല്ലം നമ്മൾ മുഖത്തേക്ക് നോക്കൂലായിരുന്നു. ഞാൻ വീണപ്പോ സുഖം ചോദിച്ച ആളാണ് ഹംക്കാണെന്ന് പറയുന്നത്. ചിലപ്പോ ആ ഒരു അവസ്ഥയാണിത്. അപ്പൊ ഏതായാലാവട്ടെ ഉമ്മമാരോടും പ്രത്യേകിച്ച് പറയാ, ഈ ശുക്രില്ലാത്ത വാക്കുകൾ അത് നിങ്ങളല്ലട്ടോ ഉമ്മമാരെ, നിങ്ങൾ ആരും ഇല്ലട്ടാ. ഏതോ രാജ്യത്തെ സ്ത്രീകളെ നിങ്ങൾ കൂട്ടിക്കോളി, കടലിലെ സ്ത്രീകളെ കൂട്ടി അങ്ങനെ കൂട്ടിക്കോളി, നിങ്ങളല്ല. നിങ്ങളെ കുറ്റപ്പെടുത്തി പറയും വേണ്ട. സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മപെങ്ങന്മാരോട് മനസ്സുപൊട്ടി മനസ്സിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, സഹോദരിമാരെ ഇല്ലായ്മ പറച്ച് നിർത്തിയ നല്ല ബർക്കത്തായിരിക്കും. ഈ ഇല്ലായ്മ പറച്ചിലുണ്ടല്ലോ ആകെ പറയന്നെ കുട്ടികളെ മുന്നിലും എല്ലാവരുടെ മുന്നിലും. എന്ത് അൽഹംദുലില്ലാഹ്. ഒരു വീട്ടിലൊരു ഹജ്ജുമ്മ, എന്തൊക്കെയുണ്ട് ഹജ്ജുമ്മ അൽഹംദുലില്ലാഹ്. പറയത്തക്ക വിഷമൊന്നുമില്ല. നമ്മള് ചെറിയ പേരക്കുട്ടിക്കൊരു ജലദോഷം ഉണ്ട് ദ്വാരക്ക്, എന്നാ പിന്നെ റാഹത്ത അൽഹംദുലില്ലാഹ്. പറയത്തക്ക വിഷമൊന്നുമില്ല, പേരക്കുട്ടിക്ക് ജലദോഷം ഉണ്ട്. ഇത് അങ്ങനല്ല. ഞാൻ പറയണ്ട, അതൊക്കെ പറയാതിരിക്കുക നല്ലത്. എന്താണ് ചില ഉമ്മമാരുടെ ആ റബ്ബിനെ മറന്നുള്ള ചില വാക്കുകൾ? എന്തിനാണ് പെങ്ങളെ കാടുകാരി പറയുന്നത്? യജമാനന റബ്ബല്ലേ ഷാഫി. ഞാൻ എൻ്റെ പെങ്ങളോട് അതിൽ പറഞ്ഞു ഒതുക്കുകയാണ്. ഏതായാലാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ഏറ്റവും ബലാഅൽ വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവര് ആരാണ്? ഖാൽ അൽ അംബിയാ സുമ്മൽ അംസലു ഫൽ അംസലു. അംബിയാക്കളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുന്നവര്. അംബിയാക്കൾ, പിന്നീട് അടുത്ത തലമുറ, പിന്നീട് അതിനോടടുത്ത തലമുറകൾ, ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നവര്, ധാരാളം പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ്. അൽഹംദുലില്ലാഹ്. അപ്പോഴൊക്കെ ഒരു ഹംദ് പറയാനുള്ള മനസ്സ്. പരീക്ഷണം ഭൂമിയിൽ സ്വർഗത്തിൽ പാടിക്കളിക്കാൻ കൊതിക്കുന്ന ഉമ്മപെങ്ങന്മാർക്കൊക്കെ പരീക്ഷണങ്ങൾ വരും. പക്ഷേ നിങ്ങൾ സഹിക്കണം. പറയണ്ട എന്നല്ല, കാടുകാരി പറയരുത്, പരിസരം മറന്ന് പറയരുത്. പറയുമ്പോഴൊക്കെ എന്താ റബ്ബേ അല്ലാ, അത്ര വലിയ വിഷമം തന്നിട്ടില്ല, എൻ്റെ മക്കൾ പട്ടിണി കിടക്കുന്നൊന്നുമില്ല,
എൻ്റെ ഭർത്താവ് പറയത്തൊക്കെ അത്ര വിഷമമൊന്നുമില്ല എന്ന അവസ്ഥയിൽ അങ്ങോട്ട് ചിന്തിക്കുക. ചില സ്ത്രീകളുണ്ട്, ഒരു ചെറിയ വാക്ക് എന്തോന്ന് പറഞ്ഞു പോയതോ ഭർത്താവ്, അപ്പോഴേക്കും ഭർത്താവിന്റെ കുറ്റും കുറവും കാണുന്നവരോടൊക്കെ പറയാം. ഭർത്താവിന്റെ സ്വഭാവം നന്നാൻ വേണ്ടി ദ്വാരക്കണം എന്ന് എഴുത്തിയിരുന്ന എത്ര സ്ത്രീകളുണ്ട് അറിയാം. ചിലതുണ്ട് കള്ളുടിച്ചടക്കുന്ന സ്ത്രീ പുരുഷന്മാരെ, അതല്ല, അത് വേറെ കാര്യട്ടാ. അപ്പോൾ ഇപ്പോൾ പെണ്ണ് എഴുത്തു തന്നു ഒരു അതിൻ്റെ വേദിയിലെ ഒരു ചെറിയ കുട്ടികളെ കയ്യിൽ ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണ്. അപ്പം എന്താ, ഇടക്കിടക്ക് ചീത്ത അറിയാം. അപ്പം ഞാൻ ആ മനുഷ്യനെ വിഷയം ഇന്ന ആളാന്നറിഞ്ഞ് ചോദിച്ചപ്പോൾ പറയാ, വേറെ ആരെങ്കിലും കൊടുക്കും ഉസ്താദേ, ചീത്തല്ല കൊടുക്കും, 24 മണിക്കൂർ അവൾക്ക് അങ്ങാടിക്ക് പോകണം. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ഇപ്പം എന്തായി ഇപ്പം സംഭവം? നിങ്ങളൊന്നും മുണ്ടണില്ലല്ലോ, ഒന്നും മൂളിയാ ബീബിങ്ങളെ. ഇപ്പം വിഷയം എടുത്ത് നോക്കി നിങ്ങൾ. ഈ പെണ്ണിന് ഒരു ചെറിയ ബാഗും കിട്ടിയിട്ടുണ്ട്, ആ ബാഗും പിടിച്ച് അങ്ങനെ പോകന്നെ. അപ്പൊ ഭർത്താവ് ഒന്ന് പറയും, പറയാതിരിക്കും. ഈ കൊറോണ കാലത്ത് അടങ്ങിയിരിക്കില്ലെങ്കിൽ അപ്പൊ എന്തേലൊക്കെ ഒന്ന് പറയില്ലേന്ന്. അപ്പൊ അതാണ് ഇപ്പൊ ഈ സാധു ചെയ്ത തെറ്റ്. എന്നിട്ട് അതിന് സ്റ്റേജിലേക്ക് ഭർത്താവിന്റെ സ്വഭാവം വളരെ മോശമാണ്, നന്നായി കിട്ടാൻ. അപ്പൊ സ്വയം ചിന്തിച്ച മോളെ, ഈ നിന്റെ സ്വഭാവം എത്ര ഉണ്ട് എന്നുള്ളത് ആ പെണ്ണ് ചിന്തിച്ചോ? അവളുടെ സ്വഭാവം എത്ര വെടക്കാൻ ചിന്തിക്കുന്നുണ്ടാ? ചെയ്യരുത് പെങ്ങളെ, പാവമാണ്. ഭർത്താക്കന്മാരുടെ പേരിൽ ഇങ്ങനെ കത്തുകളും മറ്റും കൊടുത്ത് ദ്വാരിപ്പിക്കുക നല്ലതാണ്, നല്ല നീയത്താണെങ്കിൽ അല്ലേ, അത്ര ഒതുക്കുക. നിങ്ങൾ ഭാര്യനെ തല്ലരുതിട്ടാ, പാവങ്ങളാണ് ഏറ്റവും. അപ്പൊ പോട്ടെ, ഞാൻ പറയുന്നതേ, വല്ലാത്ത വിഷമം മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇടയ്ക്ക് ഞാൻ ചില ഭാഗങ്ങളൊന്ന് തോണ്ടിയതാണെന്ന് മാത്രം. ഗൗസുൽ ആലം തങ്ങളുടെ ആ സൂക്ഷ്മതയും അവിടുത്തെ തവക്കുല് കാരണമായി ഉബ്തുലിയ ബിൽ ജൂഇ വൽ ഹിർമാൻ മഹാന്മാർ എഴുതി വെക്കുന്നു. ഗൗസുൽ ആലം തങ്ങൾ പെങ്ങളെ എത്രയാ ക്ഷമിച്ചത്, എത്രയാണ് മഹാനവറുകളെ പരീക്ഷിക്കപ്പെട്ടത്. വല്ലാഖ ബിൽ ഹലാൽ ഹൈസു കസുറൽ ഹറാം. ഹലാലായ ഭക്ഷണത്തിൽ നിന്ന് അല്പം കിട്ടുമോ? ഒരു തുള്ളി വെള്ളം കുടിക്കാൻ, അല്പമൊന്ന് കഴിക്കാൻ. ഹറാമുകൾ എത്രയോ ഉണ്ട്, ഹറാമായ നിലയ്ക്ക് എത്രയോ ഭക്ഷണം ലഭിക്കാനുണ്ട്. പക്ഷേ ഹലാലായത് അവിടുന്ന് വല്ലാതെ കുടുങ്ങി. എത്രത്തോളം അവിടുന്ന് ലാക്കിൻ കാന മുലാസിമൽ വറഇ വമിൻ അഹ്റസിന്നാസ്. ആ വിഷമഘട്ടത്തിലും നല്ലതുപോലെ സൂക്ഷിച്ചു. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കൂല, ഞാൻ എൻ്റെ കൈ കൊണ്ടെടുക്കുകയുമില്ല. വമിൻ അഹ്റസിന്നാസ് അലത്തയഖുനി, ഉറപ്പിച്ചു ഏറ്റവും ഹിർസ് കാണിക്കുകയും ചെയ്തു. മിൻ കൗനി മത്അമിഹി വമശ്റബിഹി മിനൽ ഹലാൽ. ഹലാലായത് മാത്രം ലഭിക്കാൻ, ഹലാലായത് മാത്രം കഴിക്കാനുള്ള കുടിക്കാനുള്ള അവസരം കിട്ടണം. നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ വിലയിരുത്ത പടച്ചവനെ. അങ്ങനെ ഒരു സംഭവം അല്ലാഹു നമ്മുടെ ഹൃദയമൊക്കെ വിശാലമാക്കി തരട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ നതുറുകു 70 ബാബൻ മിനൽ മുബാഹ്. ഹലാലാണ് എങ്കിലും 70ഓളം ബാബുകൾ ഞങ്ങൾ ഉപേക്ഷിക്കാറുണ്ട്. അത് മുഴുവനും ഹലാലാണ്. എന്നാലും മഖാഫത അൻ നഖഅ ഫിൽ ജനാഹ്, വല്ല തെറ്റിൽ സംഭവിച്ചു പോകുമോ അത് പേടിച്ചിട്ട്, വല്ല തെറ്റിലും പെട്ടുപോകുമോ പേടിച്ചുകൊണ്ട് 70ഓളം ഹലാലുകളെ, ഹലാലായത് തന്നെയാണ്, ഹലാലായ മത്സ്യം തന്നെയാണ്, ഹലാലായ കച്ചവടം തന്നെയാണ്. എന്നാലും 70ഓളം ഹലാലുകളെ ഞങ്ങൾ മാറ്റിവെക്കാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, കുന്നാ നതുറുകു 9 അഅ്ശാരിൽ ഹലാൽ. ഹലാലിന്റെ 10 ഹലാലായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ട് എങ്കിൽ അതിൽ 9 ഞങ്ങൾ മാറ്റിവെക്കുന്നതാണ്. മഖാഫത അൻ നഖഅ ഫിൽ ഹറാം. ഹറാമെങ്ങാനും സംഭവിച്ചു പോകോ, ഹറാമെങ്ങാനും സംഭവിച്ചു പോകോ. മഹത്തുക്കളുടെ ജീവിതകാലത്ത് ഒരാട് കളവ് പോയി 7 കൊല്ലത്തോളം ആട്ടിറച്ചി കഴിച്ചില്ല. കാരണം ആ കളവ് പോയ ആടിന്റെ ഇറച്ചിയെങ്ങാനും എന്റെ വയറ്റിലായി പോകുമോ പേടിച്ചിട്ട് 7 കൊല്ലത്തോളം ആട്ടിറച്ചി കഴിച്ചതേ ഇല്ല. അങ്ങനത്തെ മഹാൻ വറഇന്റെ അഹ്ലുകാർ.
അപ്പോഴാണ് നമ്മുടെയൊക്കെ അവസ്ഥകൾ നമ്മൾ അല്ലാഹു തആല നമുക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഏതായാലാവട്ടെ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഞാൻ ഇവിടെ എൻ്റെ സഹോദരങ്ങളോട് ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കുന്നില്ല. 9:45 ആകുമ്പോഴേക്കും നമുക്കൊന്ന് ദുആ ചെയ്ത് പിരിഞ്ഞു പോകണം ഇൻഷാ അല്ലാഹ്. ഇൽതറ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഗൗസുൽ ആദം തങ്ങൾ വല്ലാതെ വിഷമിച്ചു. ഫീ ബഅദിൽ അഹ്യാൻ, ചില സമയങ്ങളിൽ ഇലഖ്തിയാത്തിൽ അശ്വാഖി വൽ ഔറാഖ്, എൻ്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, മുള്ളു കടിക്കേണ്ടി വന്നു, വിലകൾ കടിക്കേണ്ടി വന്നു. ചില മുള്ളുകളും ഇലകളും കടിക്കേണ്ട അവസ്ഥയിലേക്ക് അവിടുത്തെ ജീവിതം തള്ളി നീങ്ങിയിട്ടുണ്ട്. നമുക്കെന്ത് വിഷമാ അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഇനി എൻ്റെ സഹോദരിമാരെന്ന് ചിന്തിക്കി, നമ്മുടെ കുട്ടികൾ പേരക്കുട്ടികൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു വിഷമം, മുള്ളു കടിക്കേണ്ട ഒരു അവസ്ഥ. പോട്ടെ, ഇലകൾ, വെറും ഒരു വൃക്ഷത്തിന്റെ ഇല പറിച്ചിട്ട് മക്കളെ കഴിക്കേണ്ട ഒരു അവസ്ഥ വരിക. നമുക്കങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ദിവസങ്ങളോളം കഴിഞ്ഞു പോയി. ഭക്ഷണം കഴിക്കാത്ത എത്ര ദിവസമാണ് ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞു പോയത്? ചോദിക്ക, മഹാന്മാർ എഴുതി വെക്കുന്നു. ഗൗസുൽ ആദം തങ്ങളെ കുറിച്ച് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകൾ എത്ര ദിവസമാണ് ഭക്ഷണം കഴിക്കാതെ പോയത്? മാത്രമല്ല, ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഖറജതു യൗമൻ അലശ്ശത്തി, ഒരു പടയോരത്തിലൂടെ നല്ല വിശപ്പുള്ള സമയമാണ്. ഞാൻ ഒരു ദിവസം എങ്ങനെ വൈകുന്നേരം നടന്നു. ആ പടയോരത്ത് ആരെങ്കിലും അവിടുന്ന് ബത്തക്കയോ മറ്റോ കടിച്ചതിന്റെ തോലുകൾ എന്തെങ്കിലും ബാക്കി നിരത്തുണ്ടോ, ചെരുവിലുണ്ടോ, അതെടുത്ത് കടിക്കാൻ ഞാൻ ഒരു ദിവസം അങ്ങനെ നടന്നു. ഒരു ചെരുവിലൂടെ, അങ്ങാടിയുടെ അല്ലെങ്കിൽ പുഴക്കരിയുടെ ഭാഗത്തിലൂടെ അങ്ങനെ നടക്കുമ്പോ ഞാൻ എത്തിച്ചു ഖദ് സബഖനിൽ ഫുഖറാ, ഞാൻ ചെന്ന് നോക്കുമ്പോ എന്നെക്കാളും വിഷമമുള്ള പാവങ്ങൾ അവിടെ വന്നിട്ടത് പെറുക്കെടുക്കുന്നത് കണ്ടു, അതെടുത്ത് കടിക്കുന്നത് കണ്ടു. ഞാൻ ബലഹീനമായി തൊട്ടടുത്ത പള്ളിയിൽ പോയി ഞാൻ ഇരുന്നു. സ്ത്രീകളെ, ഖുത്ബുൽ അഖ്താബാണ് പറയുന്നത്, എല്ലാ വാലികളും ഒരേ നബിവാശി, ജാനന്റെ സിബാവ കാൽവാശി എന്നോവാർ, വകുല്ലുവരിൽ ലഹു ഖദമും വഇന്നി അലാ ഖദമിൽ നബി ബദിരിൽ കമാലി. എല്ലാ ഔലിയാക്കളും ഓരോ നബിമാരോട് പിൻപറ്റിയവരാണ് എങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാപ്പ ത്വാഹ റസൂലുള്ളാഹിനെ പിൻപറ്റിയവരാണ്. അവിടുന്ന് വല്ലാത്ത മഹത്വത്തിന്റെ ഉടമയാണ്. ഔലിയാക്കളൊക്കെ എന്റെ കാൽ കീഴിലാണെന്ന് പ്രഖ്യാപിച്ചു പോയ ചില രംഗം, എന്തൊരു ഖദറിലേക്കാണ് അല്ലാഹു തആല ഉയർത്തിയത്, എന്തൊരു വലിയ സ്ഥാനമാണ് കൊടുത്തത്. ആ ബഹുമാനപ്പെട്ടവരാണ് പറയുന്നത്, ഞാനിങ്ങനെ ആ ഭാഗത്ത് പോയി നോക്കുമ്പോ വല്ലതും ആളുകൾ വലിച്ചെറിഞ്ഞതുണ്ടെങ്കിൽ അത് എടുത്ത് കടിക്കാം. പക്ഷേ ഖദ് സബഖനിൽ ഫുഖറാ, കുറെ സാധുക്കൾ അങ്ങനെ പെറുക്കി കടിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കൊന്നും അവിടെ എടുക്കാനില്ല. ഞാൻ അങ്ങനെ പള്ളിയിൽ വന്നിരുന്നു. വദഖല ശാബുൻ വഖഅതു, ഞാൻ അവിടെ ഇരുന്നു. വഖിത്തു ഉസാഫിഉൽ മൗത്ത്, ഞാൻ മരണത്തോട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മരണത്തോട് മല്ലിടാൻ എടുക്കുന്നു. വദഖല ശാബുൻ അഅ്ജമിയ്യുൻ, ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. വമഅഹു ഖുബ്സുൻ, ആ യുവാവിന്റെ കയ്യിൽ അല്പം പത്തിരിയുണ്ട്, ഖുബ്സുണ്ട്, പത്തിരിയുണ്ട്. വജലസ യഅകുലു, എന്റെ തൊട്ടടുത്ത മനുഷ്യൻ അങ്ങനെ ഇരുന്നു കടിക്കാൻ തുടങ്ങി. ഫകുന്തു, എന്റെ പിതാക്കളെ, ആശിഖീങ്ങളെ, ഗൗസുൽ ആദം തങ്ങളാണ് പറയുന്നത്, ഫകുന്തു അകാദു കുല്ലമാ റഫഅലു ലുഖമതൽ, അവിടുന്ന് ഞാനിങ്ങനെ ആ മനുഷ്യൻ ഒരു പിടിയെടുത്ത് ആ ചെറുപ്പക്കാരന്റെ വായിലേക്ക് അങ്ങനെ വെക്കുമ്പോൾ എന്റെ വായ അറിയാതെ എന്റെ രണ്ട് ചുണ്ടങ്ങ് പൊങ്ങിക്കളയും. ഒരു വായ എന്റെ വായ
വായങ്ങനെ തുറക്കും ഞാൻ. ആരാണ് പറയുന്നത്? ഗൗസുൽ ആലം തങ്ങളാണ്. സ്ത്രീകളെ, എന്റെ തൊട്ടടുത്തുള്ള മനുഷ്യൻ ഒരു പത്തിരെടുത്ത് വായിലേക്ക് വെക്കുമ്പോ അറിയാതെ എന്റെ വാ തുറന്നു പോകും, അറിയാതെ എന്റെ വായൊന്ന് തുറന്നു പോകും. അപ്പ ചെറുപ്പക്കാരൻ എന്നെ ഒന്ന് നോക്കി, ഫർആനി എന്നെ കണ്ടു. ഫഖാല ബിസ്മില്ലാ, കടിച്ചോളൂ, കടിക്കെന്ന് പറഞ്ഞ് എനിക്ക് അല്പം നൽകി. ഫഅബൈതു, ഞാൻ അങ്ങനെ അത് വേണ്ട എന്ന് പറഞ്ഞു. വിശപ്പുണ്ടെങ്കിലും ഫഅഖ്സമ അലയ്യ, എന്റെ മേൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഫഅകൽതു മുഖസ്സറാ, ഞാനൊരു തുണ്ടെടുത്തു. സഹോദരിമാരെ, ഗൗസുൽ ആലം തങ്ങൾ പറയുന്നു, അത് വല്ലാതെ കൈ നീട്ടിയപ്പോൾ അതിൽ നിന്ന് തുണ്ട് വാങ്ങി, ഒരു പത്രിയുടെ ഒരു തുണ്ട് വാങ്ങി ഞാൻ കടിച്ചു. കടിച്ചിട്ട് വഅഖദ, ആ ചെറുപ്പക്കാരൻ തുടങ്ങി യസ്അലുനി, എന്നോട് ചോദിക്കാൻ തുടങ്ങി. മാ ശുഗലുക വമിൻ ഐന അന്ത, മോനെ അബ്ദുൽ ഖാദർ തങ്ങളോട് പറയാ, നിങ്ങൾ എവിടത്തുകാരനാണ്, നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഉടനെ തന്നെ ഫഖുൽതു, ഞാൻ പറഞ്ഞു, അവിടുന്ന് ഞാൻ വരുന്നത് മിൻ ജീലാൻ, ജീലാൻ എന്ന സ്ഥലത്ത് നിന്നാണ്. ഫഖുൽതു മുതഫഖിഹുൻ മിൻ ജീലാൻ, ജീലാൻ എന്ന നാട്ടിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി വന്നവനാണ്. ആ സമയം ഖാല വഅന മിൻ ജീലാൻ, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനും ജീലാനിൽപ്പെട്ട ആളാണല്ലോ. ഉടൻ ഫഖൽ തഅരിഫു ലി ഷാബൻ ജീലാനിയ, ഇന്നാരിന് അബ്ദുൽ ഖാദർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ജീലാനിൽപ്പെട്ട ആൾ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയോ ചോദിച്ചു. ആരോടെ ചോദിക്കണത്? ഒന്ന് മൂളിയാചാര്യ ആരോടെ ചോദിക്കണത്? അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളോട് ചോദിക്കുക. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അബ്ദുൽ ഖാദർ എന്നൊരു കുട്ടി ദീന് പഠിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ അറിയോ? ആ ആളെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ആള് ഇന്ന നാട്ടുകാരനാണ്, ഇന്ന പേരാണ്, ഇന്നതാണ്. ഉമ്മ ഉപ്പയുടെ പേരൊക്കെ പറഞ്ഞപ്പോ മഹാനവറുകൾ അവിടുന്ന് ഇടർന്ന മനസ്സോടെ അവിടുന്ന് പറയുന്നു, ഇസ്മുഹു അബ്ദുൽ ഖാദർ ഫഖുൽതു അന ഹുവ, ഞാനാണ് അബ്ദുൽ ഖാദർ. നിങ്ങൾ പറഞ്ഞ ഇന്ന ഉപ്പാക്കുള്ള അബ്ദുൽ ഖാദർ എന്ന കുട്ടി ഞാനാണ്. ഫതഗയ്യറ വജ്ഹുഹു, ആ ചെറുപ്പക്കാരന്റെ മുഖമാകെ പകർച്ചയായി. വഖാല യാ അഖീ ലഖദ് വസൽതു ഇലാ ബഗ്ദാദ്, ഞാൻ ബഗ്ദാദിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവർ മോനെ നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് അല്പം ദീനാറും ഭക്ഷണമൊക്കെ നൽകാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ഞാൻ അങ്ങനെ വന്ന് നിറവിറ്റേം ബഗ്ദാദിന്റെ പരിസരമാകെ നിങ്ങൾ അന്വേഷിച്ച് നടന്നു, അവസാനം കണ്ടില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾ ഏൽപ്പിച്ച കാശ് ഭക്ഷണമൊക്കെ അത് കഴിക്കേണ്ടി വന്നു, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. അവസാനം എനിക്ക് വല്ലാത്ത വിശപ്പ് വന്നപ്പോ വല്ലാത്ത വിശപ്പ് വന്നു. ആ സമയം നിങ്ങളെ ഏൽപ്പിച്ച, നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച അതിൽ നിന്ന് ഒരു ദീനാരെടുത്ത് അല്പമെടുത്തിട്ടാണ് ഞാൻ ഈ ഖുബ്സ് വാങ്ങിയത്. ഇത് നിങ്ങളുടേതാണ്, ഇത് നിങ്ങളുടെ ഖുബ്സാണ്, കടിക്കൂ അബ്ദുൽ ഖാദറേ. എന്താണ് ഉമ്മമാരെ, പിതാക്കളെ, അവിടുത്തെ ജീവിതം സാധുക്കളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടോ? എത്ര പ്രയാസപ്പെട്ടാലും ഒരിക്കലും തന്നെ ഹറാമിലേക്ക് പോവരുത് എന്നൊരു പാഠം മഹാനവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. അലൈക ബി അക്രിൽ ഹലാൽ, അലൈക ബി അക്രിൽ ഹലാൽ, ഹലാൽ കഴിക്കാൻ ശൈത്താൻ വല്ലാതെ പഴപ്പിച്ച് കളയും. അങ്ങനൊക്കെ നോക്കിയാൽ പറ്റുമോ എന്ന് തോന്നിപ്പോവും ചിലപ്പോ, അല്ലേ? അങ്ങനൊക്കെ നോക്കിയാ പറ്റോ എന്നൊരു സംസാരം. അല്ലാഹു തആല കാക്കട്ടെ. അങ്ങനൊക്കെ നോക്കിയപ്പോ ജീവിക്കാൻ പറ്റോ എന്ന് ചോദിക്കുന്ന ഒരു കാലാണത്. നിങ്ങളുടെ നാട്ടിലുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ സുലഭ. അങ്ങനെ നോക്കിയാ പറ്റും, അങ്ങനെ നോക്കിയപ്പോ ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം. സുബ്ഹാനല്ലാഹ്. ഇബ്ലീസ്, ഞാൻ ഇതും കൂടെ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഇബ്ലീസ് വല്ലാതെ ചതിക്കും നമ്മെ. ചതിപ്പിക്കാൻ അവൻ എല്ലാ വഴികളും എടുക്കും ചെയ്യും. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. വകാന റളിയല്ലാഹു അൻഹു യഖൂൽ, അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞു, തറാ ആലി നൂറുൻ അദീം മിൽഉൽ ഉഫുഖ്, ലോകമാകെ പ്രകാശിക്കുന്ന വലിയൊരു പ്രകാശം, ആ പ്രകാശം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ അതിൽ രൂപം പതിഞ്ഞു. എന്നിട്ട് തുനാദീനി, എന്നിങ്ങനെ വിളിച്ചു പറയുന്നു, യാ അബ്ദുൽ ഖാദർ, അബ്ദുൽ ഖാദറെ അന റബ്ബുക, ഞാൻ നിങ്ങളുടെ റബ്ബാൻ. അന റബ്ബുക ഖദ് ഹല്ലൽതു തിൽകൽ മുഹറമാത്, ഈ ഹറാമാക്കപ്പെട്ട വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. ഖദ് ഹല്ലൽതു, ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്.
സുബ്ഹാനല്ലാഹ്. ആരാ? ഒരു വിളിനാളം. അബ്ദുൽ ഖാദിർ ഖദ് ഹല്ലൽതു തിൽക്കൽ മുഹറമാത്. ആ കച്ചവടമൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നു. ഹറാമാക്കപ്പെട്ട എന്തൊക്കെയുണ്ട്, കച്ചവടമാവട്ടെ ഭക്ഷണമാവട്ടെ എല്ലാം നിങ്ങൾക്ക് ഹലാലാക്കി തന്നു. ഉടനെ തന്നെ ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ ലഈൻ, ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ടവൻ, നീ ലഅനത്താക്കപ്പെട്ട ശൈത്താനാണ്. ഞാൻ ഉടനെ പറഞ്ഞു, ആ പ്രകാശം വല്ലാത്ത ഇരുളായി മാറി. ഒരു പ്രകാശം വന്നല്ലോ, ഇത് മറുപടി കൊടുത്തതും ഇരുളായി മാറി. എന്നിട്ടോ ബിഅംദി റബ്ബിക വലഖദ് മാഷാ അല്ലാഹ്, അവിടുന്ന് അദ്ലൽതു ബിമിസ്ലി ഹാദിഹിൽ വാഖിഅ 70 മിൻ അഹ്ലി ത്വരീഖ്. അവിടുന്ന് യാ അബ്ദുൽ ഖാദിർ ثم ഖാതബനി, ശൈത്താൻ പറഞ്ഞു, അബ്ദുൽ ഖാദിറേ, നജൗത മിന്നി ബിഇൽമിക, നിങ്ങളുടെ ഇൽമിന്റെ പവർ കൊണ്ട് നിങ്ങൾ എന്റെ അരികിൽ നിന്ന് രക്ഷപ്പെട്ടു. ശൈത്താൻ പറഞ്ഞു നോക്കി നിങ്ങൾ. എന്നിട്ട് പറയാ, അബ്ദുൽ ഖാദിറെ വലഖദ് അദ്ലൽതു ബിമിസ്ലി ഹാദിഹിൽ വാഖിഅ, ഇതേ ഒരു സംഭവം വെച്ച് 70 മിൻ അഹ്ലി ത്വരീഖ്, വലിയ വലിയ ത്വരീഖിലെ മശായിഖന്മാരായ വലിയ പണ്ഡിതന്മാരെ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. നഊദു ബില്ലാഹ്. ഫഖുൽതു ലില്ലാഹിൽ ഫളിൽ ഫഖീല ലഹു കൈഫ അലിംത അന്നഹു ശൈത്താൻ, അവൻ ശൈത്താനാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? ഖാല, ഉടനെ തന്നെ മഹാനവകൾ പറഞ്ഞു, ബി ഖൗലിഹി ഖദ് ഹല്ലൽതു ലക്കൽ മുഹറമാത്, ഹറാമുകളൊക്കെ നിനക്ക് ഹലാലാക്കി തന്നു. ഒരു അപ്പം മരിച്ചവൻ ശൈത്താനാണ്. ഞാൻ അങ്ങനെയാണ് അവനെ മാറ്റി നിർത്തിയത്. അപ്പൊ എവിടെയും എടുത്തു ചാടുക. ഒരു ചെറിയ കച്ചവടമാണെങ്കിലും പടച്ചവനെ കച്ചവടം അള്ള പൊരുത്തപ്പെട്ടാണ് നോക്കണം. ഇന്ന് നെറ്റ്വർക്ക് ബിസിനസ്, മറ്റു ബിസിനസ് പല തരത്തിലാണ്. കേൾക്കുമ്പോഴേക്ക് കിട്ടും, മാസം 5000 കേൾക്കുമ്പോഴേക്ക് ഓടിച്ചാടരുത്. അത് ചെറുപ്പക്കാരായി നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ വിഷയം വരുമ്പോഴേക്കും നഊദു ബില്ലാഹ് ഓടിച്ചാടി കുടുങ്ങരുത്. അവസാനം പെട്ടു. പിന്നെ നമ്മളിങ്ങനെ ആ പെടലിങ്ങനെ എല്ലാവരോടും പറയും ചെയ്യാം, അവൻ കുടുക്കി, ആ വ്യക്തി എന്നെ കുടുക്കി, പെട്ടുപോയി. ഇത് പെടുന്ന മുമ്പൊന്ന് ശ്രദ്ധിച്ചൂടെ? നമ്മളൊരു 10 പൈസ ചെലവഴിക്കുമ്പോ അല്ലാഹു തആല പൊരുത്തപ്പെടോ ഇല്ലേ എന്നും കൂടെ ശ്രദ്ധിക്കണ്ടേ? നേരെ കൊടുക്കുമ്പോ ആരാണെങ്കിലും ശരി, നമ്മൾ ഇടപാട് നടത്തുമ്പോഴൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഇബ്ലീസ് ശൈത്താൻ വല്ലാതെ ചതിക്കാൻ വേണ്ടി അബ്ദുൽ ഖാദിർ തങ്ങളെ ചതിക്കാൻ വേണ്ടി പോയി. പക്ഷേ ആ ചതിയിൽ നിന്നെല്ലാം മഹാനവറുകൾ രക്ഷപ്പെട്ടു, മറ്റുള്ള രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ വിജയം ബഹുമാനവർക്ക്, മഹാനവർക്ക് കിട്ടാനുള്ള കാരണം ഇത്രയും വലിയൊരു പദവിയിലേക്ക് അൽഹംദുലില്ലാഹ് മഹാനവർ പറഞ്ഞു, മാ വസൽതു ഇലല്ലാഹ് ബിഖിയാമി ലൈലിൻ വലാ സിയാമി നഹാർ വലാ ദിറാസത്തി ഇൽമിൻ വലാകിൻ വസൽതു ഇലല്ലാഹി ബിൽ കറമി വത്തവാദുഇ. മഹാനായ ഗൗസുൽ ആദം തങ്ങൾ ഖുത്ബുൽ അഖ്താബി എന്ന പദവിയിലേക്ക് എത്തി. പക്ഷേ ഖുത്ബുൽ അഖ്താബി എന്ന പദവിയിലേക്ക് വരെ സമയം നല്ല വൈകിത്തോണ്ടില്ലേ ഫ്രണ്ട്സ്? ഭക്ഷണമൊക്കെ ഇപ്പം തന്നെ എല്ലാവർക്കും കൊടുത്ത് ഇത് കുടുങ്ങിയോ? ഞാൻ നിങ്ങളെ കുടിക്കുമോ? ഇതൊക്കെ ആകെ കൊടുത്തിപ്പോൾ എന്തൊക്കെയാണ് ഇതാ കുട്ടികളിപ്പോൾ? അത് ഈ മുത്താലിമുകൾക്ക് പെട്ടെന്ന് പോയി കടന്നുറങ്ങാനാണ്. ഞാൻ നിർത്തിയാണ് 9:45 നമ്മളൊക്കെ നിർത്തും ഇൻഷാ അല്ലാഹ്. ഒരുമിച്ച് ദ്വാരം പോകാം. തബറുക്കിന്റെ ഭക്ഷണമാണ്, എല്ലാവരും വാങ്ങിച്ചോളൂ. അല്ലാഹുവിലേക്ക് എത്ര കണ്ട് അടുക്കുന്നുവോ, ധാരാളം നോമ്പ് കൊണ്ടോ പകൽ സമയം സുന്നത്ത് നോമ്പെടുക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ധാരാളം ഇബാദത്തെടുക്കൽ കൊണ്ട് അങ്ങനെ ഒന്നുമല്ല. വലാ ദിറാസത്തി ഇൽമിൻ, ഇൽമു ധാരാളം പഠിച്ചുണ്ടാക്കിയത് കൊണ്ടുമല്ല. നേരെ മറിച്ച് വലാകിൻ വസൽതു ഇലല്ലാഹി ബിൽ കറമി വത്തവാദുഇ, വിനയം കൊണ്ടാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുക. കിബർ, അഹങ്കാരം, ഒരാളെയും ചെറുതായി കാണുന്ന ഒരവസ്ഥ. എന്റെ കാരവന്മാരെ, ഉമ്മമാരെ, ഒരു മനുഷ്യനെ നാം ചെറുതായി കാണരുത്. ഗൗസുൽ ആലം തങ്ങൾ പറയുന്നു, പദവി വേണോ, ആഖിറത്തിൽ സന്തോഷം വേണോ, ബിൽ കറമി വത്തവാദുഇ,
നല്ല വിനയമുണ്ടോ? എല്ലാവരോടും വിനയം കാണിക്കുക. ഞാൻ വലിയവനാണെന്ന ധാരണ വലിച്ചെറിയുക. ഞാൻ വലിയവനാണ്, എന്റെ തറവാടാണ് വലിയ തറവാട്, ഞാൻ വലിയ തറവാട്ടുകാരനാണ്. ആ മഹിമ വലിച്ചെറിഞ്ഞ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, എല്ലാവരെയും കരുണ കാണിക്കുക, എല്ലാവരോടും വിനയം കാണിക്കുക. ഏത് സ്ഥലത്ത് താമസിക്കുന്നവരും പാവപ്പെട്ടവരോടും പാവപ്പെട്ടവനല്ലാത്തവരോടും വിനയം കാണിക്കാനുള്ളൊരു ജീവിതം, വിനയം കാണിക്കുക. ഞാൻ വലിയവനാണെന്നൊരു ധാരണ പഴയ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ നാശം എന്താ വെച്ചാൽ ഞാൻ 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 എന്ന ആ വാക്കാണ്. അല്ലാഹു തആല കാക്കട്ടെ. നാട്ടിൽ കമ്മിറ്റിക്കാരനാണ്, അപ്പൊ എന്താ ആകെ ഞാനേ ഉള്ളൂ, കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ടായിട്ട് എന്താ ഞാനേ ഉള്ളൂ. ഇത്ര നജസ് പിടിച്ചൊരു വാക്ക്. ഞാൻ പറയുന്ന ഓവറുണ്ട് സാർ, ഇല്ലല്ല, ഇത്ര നജസ് പിടിച്ചൊരു വാക്ക്. എന്താണ് എന്താപ്പ ഹാല്, എന്താപ്പ നമ്മുടെ നാടിന്റെ ഹാല്, എന്താപ്പ ആരുമില്ല ഞാനേ ഉള്ളൂ. ഒരു അജ്മാനോട് വെച്ചാ പറ, അജ്മാരി ആരുമില്ല ഞാനേ ഇവിടെ എല്ലാം നോക്കാനുള്ളൂ, ഇവിടെ എല്ലാം ശ്രദ്ധിക്കാനും, ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാഴ പരിപാടി വരികയാണെങ്കിലും ഒരു മജ്ലിസ് വരികയാണ് അവിടെ ഒക്കെ ശ്രദ്ധിക്കാൻ ഞാനേ ഉള്ളൂ. വേറെ ഏത് പെണ്ണാണുള്ളത്? അജ്മാർക്കും നടയെങ്കിലും ആ സൂക്കട് ഞാനേ ഉള്ളൂ. പണ്ട് സ്ത്രീകൾ അങ്ങനെ പറയാറൊന്നുമില്ല, ഇപ്പൊ അവർക്കും തുടങ്ങിയിട്ടുണ്ട്. ഏതാവട്ടെ ഞാനേ ഉള്ളൂ എന്ന ഈ ഞാൻ നശീകരം പിടിച്ചൊരു വാക്കാ. അല്ലാഹു തആല കാക്കട്ടെ. ആ വാക്കിച്ചിട്ട് ഞാൻ പറയാതിരിക്കൊന്നും വേണ്ടട്ടാ. ഞാൻ പറയാതിരുന്നാ മതി. ആ ഞാൻ എന്നുള്ള വലിയർത്താനുണ്ടല്ല, വിനയം വിനയം. ولا تمشي فوق الأرض إلا تواضعا وكم تحته قوم وهم منك أرفع. ഭൂമിയിൽ നിങ്ങൾ വിനയത്തോടു കൂടെ നടക്കുക. നിങ്ങളുടെ താഴ്ഭാഗത്ത് എത്ര മഹാന്മാർ കിടക്കുന്നുണ്ട്. പറവണസ്ഥാനെ പോലത്തെ എത്ര വലിയ മുത്തുകളാണ് ഇവിടെ കിടക്കുന്നതെന്ന് ഓർക്കേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ താമസിച്ചാൽ മതി ഭൂമിയിൽ അഹങ്കാരം കാണിച്ചിട്ട്. നോക്ക്, നിങ്ങൾ മഹാന്മാർ എഴുതി വെക്കുന്നത്. അപ്പൊ ഈ കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, വിനയം കൊണ്ടാണ്, അൽഹംദുലില്ലാഹ്, വിനയം കൊണ്ടാണ് ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ഈ വാക്ക് നിർത്തുന്നു, ഇതോടുകൂടെ പ്രസംഗം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ്, മഹാന്മാരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് ഞാൻ എന്നും എന്റെ റൂഹിനെ ഞാൻ ഇങ്ങോട്ട് ഫാത്തിഹ വിളിക്കാറുണ്ട്. അവിടുന്ന് في حالة البعد روحي كنت رسيلها تقبل الأرض عني وهي نائبتي يا رسول الله. ഞാൻ എപ്പോഴും ഫാത്തിഹ വിളിക്കാറുണ്ട്, എന്റെ റൂഹിനെ പറഞ്ഞേക്കാറുണ്ട്. ഇന്ന് എന്റെ ശരീരത്തോടു കൂടെ വന്നിരിക്കുന്നു, അവിടുത്തെ കയ്യൊന്ന് കാണിച്ചു തരണേ നബിയേ. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ആ കയ്യൊന്ന് കാണാൻ ഭാഗ്യം ലഭിച്ച ശൈഖ് റിഫാഇ തങ്ങളാണ് പറയുന്നത്, നിങ്ങളെല്ലാം എന്നെ കുറിച്ച് അഹ്മദുൽ കബീർ, വലിയ അഹമ്മദാണെന്ന് വിളിക്കുന്നു. പക്ഷേ മുഹിയുദ്ദീൻ ശൈഖിനെ കൊള്ള നോക്കുമ്പോ ഞാനൊരു ചെറിയ അഹമ്മദാണ് കേട്ടോ. അവിടുത്തെ ചെരുപ്പടിക്കാരന്റെ സ്ഥാനം പോലും എനിക്കില്ല. ശൈഖ് റിഫാഇ തങ്ങൾ പറയുന്നുവെങ്കിൽ ആ ഗൗസുൽ ആലം തങ്ങളുടെ ജീവിതം അവിടുത്തെ സ്മരണ പുതുക്കുന്ന മജ്ലിസ്. അല്ലാഹുവേ, മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാഹ്. മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ കൂടി സംഘടിപ്പിച്ച മജ്ലിസാണ്. ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. മഹത്തുക്കളുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. ഇനി നീട്ടുന്നല്ലോ 9:45 നിർത്തുമെന്ന് പറഞ്ഞല്ലോ. പ്രായമില്ലാത്തവർക്കൊന്ന് എഴുന്നേറ്റ് വരും, പ്രായമുള്ളവരോട് ഇരുന്നോളി, കാലുവേദന ഉള്ളവരൊക്കെ ഇരുന്നോളി. നിങ്ങളെ പ്രയാസമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂട്ടാ. ഇപ്പൊ ഞാനും ഒരു വേദന നോക്കട്ടെ, നമ്മളെ അവസ്ഥ ഇപ്പൊ നമുക്കെല്ലാം ഉള്ള അറിയാം. വിഷമില്ലാത്തവർക്ക് മക്കൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരും, പ്രായമുള്ളവരവിടെ ഇരിക്കും, കാരണന്മാരവിടെ ഇരിക്കുന്നു. നിങ്ങൾ ആഖിറത്തിന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് പറയരുതിട്ടാ. അവിടെ ഇരുന്നോളി, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരുന്നോളി, നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളി, അവിടെ ഇരിക്കും. എല്ലാവരും വരും, പെട്ടെന്ന് വരും, നമുക്ക് എളുപ്പം നിർത്താം. മൗലായ സ്വല്ലി വസല്ലം, അവിടെ ഇരിക്കും. മൗലായ സ്വല്ലി വസല്ലിം ദാഇമൻ, സ്ത്രീകളൊക്കെ ഇരുന്നോളി. ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ സ്വല്ലി വസല്ലം. പ്രായമുള്ളവർക്ക് അടുത്ത് വന്നിരുന്നോളി, നമുക്ക് എളുപ്പം തോർന്ന് പിരിയാം. തൊട്ടടുത്ത കാസാല ഇങ്ങോട്ട് വന്നിരുന്നോളി. ചെറുപ്പക്കാർ കുട്ടികളൊക്കെ വരും.
അൽഹംദുലില്ലാഹ് മുതഅല്ലിമീങ്ങൾ സംഘടിപ്പിച്ചൊരു മജ്ലിസാണിത്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം هذا الذي إذ دعا جاءت له شجر تجر أصلا لها سعيا على عجلي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹു തആല ഔസുൽ ആലം തങ്ങളുടെ ഹക്ക് കൊണ്ട് ഷെയ്ഖ് റിഫായി തങ്ങളുടെ ജാഹ് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അവൻ കബൂലാക്കുമാറാവട്ടെ. ഇതുവരെ കേട്ടതും ഈ മജ്ലിസിൽ ഇരുന്ന് സഹകരിച്ച സഹായിച്ച എല്ലാ സഹോദരങ്ങൾ, പിതാക്കൾ, ഉമ്മപെങ്ങന്മാർ, ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മൂമിനീങ്ങളും മൂമിനാത്തുകൾക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവിടെ കടങ്ങളെ നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. പടരുന്ന രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ റഹ്മാനെ. പല വിധത്തിലുള്ള വിഷമം വീട്ടുകളിൽ കണ്ണേറുകളും സിഹറുകളും അടിമപ്പെട്ടവരുണ്ട്, അവരെല്ലാം നീ കാക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ നിർത്തിയത് ഔസുൽ ആദം തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളത് വായിച്ചു കേൾപ്പിക്കുകയാണ്. ഖാല ശൈഖുൽ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഫത്തഷ്തുൽ അഅമാല കുല്ലഹാ. മഹാനങ്ങൾ പറയാ, ആരാണ്? ഖുതുബുൽ അഖ്താബല്ല ഉമ്മമാരെ. ഫത്തഷ്തുൽ അഅമാല കുല്ലഹാ, ഒരുപാട് അമലുകൾ, ഒരു ദിവസം 1000 റക്അത്തൊക്കെ നിസ്കരിക്കുന്ന മഹാന്മാരില്ലേ, ധാരാളം അമലുകൾ, അതൊക്കെ ഞാൻ പരിശോധിച്ചു. ഫമാ വജദ്തു ഫീഹാ അഫ്ളല മിൻ ഇത്ആമി ത്വആം. ഭക്ഷിപ്പിക്കുന്നതിനേക്കാൾ പവറുള്ള ഒരു അമല് ഞാൻ കണ്ടിട്ടില്ല. ഇത്ആമു ത്വആം. അവിടെ ഒന്നും നോക്കരുത്. അത് ഒരു പൂച്ചയാവട്ടെ, മറ്റ് ജീവികളുടെ ഒരു 7 വട്ടം കഴുകേണ്ട ജീവിയാവട്ടെ, ഭക്ഷിപ്പിക്കുക. അത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഒരു നായക്ക് എന്ന് ചോറ് കൊടുത്ത് അങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ അനുഗ്രഹം, സന്തോഷം എത്രയാണ്. ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ഏത് ജീവട്ടെ, ഏത് മനുഷ്യരാവട്ടെ, മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. ഔസുൽ ആദം തങ്ങൾ പറയാ, ധാരാളം അമല് ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും പവറുള്ള പുണ്യമുള്ള ഒരു അമല് ഇത്ആമു ത്വആം. അത് ഭക്ഷിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഭക്ഷിപ്പിക്കുക, എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ കഴിയുക. അൽഹംദുലില്ലാഹ്. അജ്മീർ ഉപ്പാപ്പയുടെ അരികിൽ ചെന്നാൽ കാണാം, ഇന്നും ലക്ഷക്കണക്കിന് ആളുകളോട് ഭക്ഷണം കഴിക്കുന്നു. ഏത് രൂപത്തിലാണ്? എവിടെ നോക്കിയാലും ഒരുപാട് സാധുക്കൾ നമ്മൾ കാരണം ഭക്ഷിക്കാൻ കഴിയുക. ഒരു തുള്ളി വെള്ളം കുടിക്കുക, ഒരു പിടി ഭക്ഷണം കഴിക്കാൻ കഴിയുക. നമ്മുടെ സബബായിട്ട് അല്ലാഹു തആല ജീവിതത്തിൽ ഒരുപാട് അങ്ങനെ കൊടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അവദ്ദു ഔസുൽ ആദങ്ങൾ പറയാൻ കൊതിക്കുന്നു, ലൗ അന്ന ദുനിയാ ബിയദി, ദുനിയാവിലെ അനുഗ്രഹം നിഅമത്തൊക്കെ അല്ലാഹു തആല എനിക്ക് തന്നിട്ട് അങ്ങനെ ഫഉതിഉമുഹ, ഞാൻ അതൊക്കെ ഭക്ഷിപ്പിക്കുകയും ചെയ്യാൽ ജിയാ, വിശന്ന് വരുന്ന പാവങ്ങളെ എനിക്ക് ഭക്ഷിപ്പിക്കാനും കഴിയാം. അതാണ് ഞാൻ ഇപ്പൊ വല്ലാതെ കൊതിക്കുന്നത്. ഒരുപാട് അല്ലാഹ് റഹ്മത്ത് തരിക, ലക്ഷക്കണക്കായ പാവപ്പെട്ട വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും കഴിയാം. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും കൊതിച്ചു നടക്കുന്നത്. ഔസുൽ ആദം നിങ്ങൾ പറയാ, കഫീ മസ്ഖൂബത്തുൻ ലാ തദ്ബതു ഷൈആ. എന്റെ കൈ അത് ഓട്ടയാക്കപ്പെട്ടിട്ടുണ്ട്. മസ്കൂബ, ഓട്ട എന്ന് പറഞ്ഞ കയ്യിൽ പിടി വെള്ളം വെച്ച് ഓട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് പോവില്ലേ? ലാ തദ്ബതു ഷൈ, ഒരു വസ്തുവിലും നിൽക്കൂല. എന്നിട്ട് ലൗ ജാഅനി അൽഫു ദീനാർ, 1000 ദീനാർക്ക് കിട്ടിയാൽ ലം ഉബയ്യിത്ഹാ, രാത്രി ആകുമ്പോഴേക്കും ഒരു ദീനാറിന്റെ കയ്യിലുണ്ടാവില്ല. കുറെ സാധുക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും, അതൊക്കെ തീർത്ത് ചോറെടുത്ത് തീർത്ത് കളയുക. ഭക്ഷിപ്പിക്കുന്നതാണ് ഞാൻ. ഔസുൽ ആദം തങ്ങള് വല്ലാത്തൊരു രംഗമായിട്ടത് പറയുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചു, കുറെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയണം. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഔസുൽ ആദം തങ്ങളുടെ സ്മരണ പുതുക്കുന്ന മജ്ലിസ് ഒരു സംഭാവന വാദവും അതൊന്നും ഇപ്പൊ പറയുന്നില്ല. അതിന് പറ്റിയ അവസ്ഥ, സാഹചര്യം, കൊറോണ എല്ലാവരും പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ല, എല്ലാവരുടെയും അവസ്ഥകൾ ഇതാണ്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ വന്നു, സ്റ്റേജിന്റെ ബാക്കിലുള്ള ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പൊ ഞാനൊരു വീട്, അത് വാടക വീടാന്നാ പറഞ്ഞത്. ആ വീട്ടിലാണ് 30-40ഓളം കുട്ടികൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ കിടക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്.
അതിൽ 15-ലേറെ കുട്ടികൾ ഹിഫ്ള് പഠിക്കുന്ന ഖുർആൻ മനപ്പാടാകുന്ന മക്കളാണ്. 15-ലേറെ മക്കൾ മുത്താലിമീങ്ങളാണ്. പഠിച്ചവനെ ഒരു മുത്താലിമിനെ ഒരു മുതൽ അവിടുന്ന് ഒരു മുത്താലിമിന് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തുന്ന രംഗമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ നരകത്ത് മോചിപ്പിക്കുമ്പോൾ വലൈത്തനി കുന്തു ദാലിക്കർ റജുല, ആ മനുഷ്യൻ ചെയ്ത നന്മയെങ്കിലും. അപ്പം എന്താണ്, ഒരു സാധുവിന് ഒരു മുത്താലിമിൻ്റെ പേന എടുത്തു കൊടുത്തത് കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട രംഗങ്ങളൊക്കെ മഹാന്മാർ പറയുന്നേക്കാണ്. പേന എടുത്തു കൊടുത്തു, അതാ മുത്താലിമ നിലക്കല്ല, ദീൻ്റെ ഖാദിമ്യങ്ങളല്ലേ. കാലഘട്ടത്തിനനുസരിച്ച് പോരായ്മകൾ വരും. റസൂലുള്ളാഹി തുടക്കം കുറിച്ച മക്കളല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പരിസരത്ത് ഉമ്മമാരെ 10-40 കുട്ടികൾ വളരുന്നുണ്ട്. പഠിച്ചവനെ ഒരു കുട്ടി എനിക്ക് അല്ലാഹു തആല ഒരു കുട്ടിയെ നൽകിയിട്ടുണ്ടെന്ന നിയ്യത്തിൽ ഈ മക്കൾക്ക് നിങ്ങൾ ഇതിൽ കൊടുക്കണട്ടാ. ഞാൻ അതെപ്പോൾ പറയുന്നുള്ളൂ. ഞാൻ ആ മക്കളെ കണ്ടിട്ട് എന്നോട് സഖാഫ് ഉസ്താദൊന്നും കുട്ടികൾക്കൊന്നും വാങ്ങി കൊടുക്കുക ഒന്നും പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് ഒന്ന് ഉണർത്താൻ പറഞ്ഞു. ഇങ്ങനെ കുറച്ച് കുട്ടികളിവിടെ വളരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത് ചെറിയ നേട്ടമൊന്നുമല്ല. ഈ മക്കളുടെ ദുആയെ ഇപ്പൊ ഈ ഘട്ടപ്പണ്ടിൽ കഴിഞ്ഞ് എന്തുണ്ടായിട്ടെന്താ ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കൊറോണ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാ? ഒന്നും കണ്ടുപിടിക്കാനില്ല. എന്തെങ്കിലും ദുആ കൊണ്ട് രക്ഷപ്പെടൂട്ടാ. ദുആ കൊണ്ട് പല ആളുകൾ രക്ഷപ്പെടും. എല്ലാവരും കൈയൊഴിഞ്ഞാലും 10 മക്കളുടെ ദുആ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഈ നാട്ടുകാരോട് പറയും, മക്കൾക്ക് ചോറ് കൊടുക്കാൻ നിങ്ങൾക്കൊണ്ട് കഴിയെങ്കിൽ ഒരു ചാക്കാരി നിങ്ങൾ മാസം കൊടുക്കുമോ? നിങ്ങൾ ഓരോ ചാക്കാരി നിങ്ങൾ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ഓർമ്മപ്പെടുത്തുക. ഒരു മാസം ഒറ്റ കൊല്ലം ഓരോ ചാക്കാരി ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കഴിയെങ്കിൽ കൊടുത്താൽ മതി. നല്ലൊരു നിയ്യത്ത് വെച്ചിട്ട് പഠിച്ചവനെ ഒരു ചാക്കാരി എല്ലാ മാസവും ഞാൻ സഖാഫി ഉസ്താദിൻ്റെ കയ്യിൽ അഹ്സൻ ഉസ്താദും മറ്റും നല്ല കഴിവുള്ള അലിമിങ്ങളാണ്. എൻ്റെ സംഘടനാ കുടുംബത്തിലെ അനുജന്മാരാണ്, സഹോദരങ്ങളാണ്. അപ്പോൾ നല്ല ഫലം ചെയ്യും ഉമ്മമാരെ. നിങ്ങൾക്ക് ഒരു ചാക്കാരി നിങ്ങളെ മക്കൾക്ക് ചോറ് കൊടുക്കുന്ന പോലെ ഇൻഷാ അല്ലാഹ് ഈ പൊന്നു മക്കളെ കൊണ്ട് നല്ലോണം നിങ്ങൾക്ക് വേണ്ടി ദ്വാരിപ്പിക്കും. അൽഹംദുലില്ലാഹ്. ഇപ്പൊ നേരത്തെ സഖാഫ് ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഒരുപാട് കുട്ടികളുടെ കല്യാണം കഴിച്ചുവിടാൻ. ഉമ്മമാരെ 1000 ചില്ലാനം കുടുംബങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പാടന്തറ മർക്കസിൽ 1000 ചില്ലാനം കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ട് പൊന്നു ഉമ്മമാരെ ഒരു 10 പൈസ കടല്ല, ഒരു 10 പൈസ കടല്ല. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു കബൂൽ. ചിലപ്പോൾ ഒരു പേടിയൊക്കെ വരും, കാരണം ഇത് കോടികൾ വേണമല്ലോ. ഒരു പെൺകുട്ടി ഇറക്കാൻ 2-2.5 ലക്ഷം റുപ്യൊക്കെ ചിലപ്പം വരും. അപ്പോൾ കാരണം അവർക്കുള്ള അതിനുള്ള സ്വർണ്ണവും കാര്യമൊക്കെ കൊടുത്ത് ഒപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും കുട്ടികളെ കല്യാണം കഴിച്ചു വിട്ട് ഒരു 10 പൈസ കടല്ല, ഒരു വിഷമമില്ല. അൽഹംദുലില്ലാഹ്. കാരണം ആ പാവങ്ങളുടെ ദുആ ഉണ്ട്. ഞങ്ങൾ പറയും നിങ്ങൾ ദ്വാരക്കണട്ടാ, നിങ്ങൾ ദ്വാരക്കണം എന്നറിയാം. എത്ര പെൺകുട്ടികൾക്ക് ജീവിതം അല്ലാഹു കൊടുത്തു. 1000 ചില്ലാനം കുടുംബങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഉമ്മയുടെ നെഞ്ചു പടയൂലേ 18 വയസ്സാകുമ്പോഴേക്കും 25, 30, 35 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മമാരെ എന്തൊരു വേദനയായിരിക്കും നിങ്ങൾക്ക്. അങ്ങനത്തെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ കടബാധ്യത ഒരു വിഷമില്ല, ഒരു വേദനയില്ല. എന്താ അവിടെ ദുആയാണ്.